A motorboat can travel 30 km upstream and 28 km downstream in 7 hours. It can travel 21 km upstream and return in 5 hours. Find the speed of the boat in still water and that of the stream. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വാരിയബിൾസ് അസ്യൂം ചെയ്യണം അല്ലേ. ഇവിടെ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദാറ്റ് ഓഫ് ദ മീൻസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം. നെക്സ്റ്റ് അപ്സ്ട്രീം സ്പീഡ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ മൈനസ് സ്പീഡ് ഓഫ് ദ സ്ട്രീം, ദറ്റ് ഈസ് എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ, ആൻഡ് ഡൗൺ സ്ട്രീം സ്പീഡ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ പ്ലസ് speed of the stream, that is x plus y kilometer per hour. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. എല്ലാത്തിൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിലുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആസ് പെർ ദി ഗിവൻ കണ്ടീഷൻ ഇക്വേഷൻസ് ഫോം ചെയ്യണം അല്ലേ. സോ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കൺസിഡർ ചെയ്യാം. എ മോട്ടോർ ബോട്ട് ക്യാൻ ട്രാവൽ 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 7 hours. സ്ട്രീമിൻ്റെ ഫ്ലോ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്താൽ എ മോട്ടോർ ബോട്ട് ക്യാൻ ട്രാവൽ 30 കിലോമീറ്റർ അപ്സ്ട്രീം. ഓക്കെ, സോ ഫസ്റ്റ് അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും എപ്പോഴും ഫ്ലോ ഉണ്ടാവുക. സ്ട്രീമിൻ്റെ ഫ്ലോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബോട്ട് ട്രാവൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, സോ എത്ര കിലോമീറ്റർ? 30 കിലോമീറ്റർ. സോ 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ സ്ട്രീമിൻ്റെ ഫ്ലോ ഡൗൺവേർഡിലേക്ക് ആൻഡ് ബോട്ട് ട്രാവൽ ചെയ്യുന്നതും ഡൗൺവേർഡ് ഡയറക്ഷനാണ്, സെയിം ഡയറക്ഷനാണ്. സോ ഇത് 28 കിലോമീറ്റർ ഇൻ 7 hours അല്ലേ. അതായത് ടൈം ടേക്കൺ ഇൻ ഗോയിങ് 30 കിലോമീറ്റർ അപ്സ്ട്രീം പ്ലസ് ടൈം ടേക്കൺ ഇൻ ഗോയിങ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇസ് ഈക്വൽ ടു 7 hours. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, അത് രണ്ടും ഈ ടോട്ടൽ ടൈമാണ് 7 hours എന്ന് ഗിവൺ അല്ലേ. അപ്പോൾ നമുക്ക് ടൈം ടേക്കൺ ഇൻ ഗോയിങ് 30 കിലോമീറ്റർ എത്രയാണെന്ന് നമുക്കറിയില്ല. അതേപോലെ ടൈം ടേക്കൺ ഇൻ ഗോയിങ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം എത്രയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ബൈ യൂസിങ് ദി ഇക്വേഷൻ ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സ്പീഡ്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും ടൈം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് ഈ ടേബിൾ ഫസ്റ്റ് ഫില്ല് ചെയ്യാം. അപ്സ്ട്രീം സ്പീഡ് എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ ആൻഡ് ഡൗൺ സ്ട്രീം സ്പീഡ് എക്സ് പ്ലസ് വൈ. ഡിസ്റ്റൻസ് ട്രാവൽഡ് അപ്സ്ട്രീമിൽ 30 കിലോമീറ്റർ ആണ് അല്ലേ, 30. ഡൗൺ സ്ട്രീമിൽ 28 കിലോമീറ്റർ. സോ അപ്സ്ട്രീമിൽ എടുത്ത ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് ട്രാവൽ ദാറ്റ് ഈസ് 30 ബൈ സ്പീഡ് ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ. ഓക്കെ, നെക്സ്റ്റ് ഡൗൺ സ്ട്രീമിൽ എടുക്കുന്ന ടൈമോ? ഡിസ്റ്റൻസ് ട്രാവൽ ദാറ്റ് ഈസ് 28 ബൈ സ്പീഡ് എക്സ് പ്ലസ് വൈ. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ടൈം ടേക്കൺ ഇൻ ഗോയിങ് 30 കിലോമീറ്റർ അപ്സ്ട്രീം ദാറ്റ് ഈസ് 30 ബൈ എക്സ് മൈനസ് വൈ പ്ലസ് ടൈം ടേക്കൺ ഇൻ ഗോയിങ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ദാറ്റ് ഈസ് 28 ബൈ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7 hours. ഓക്കെ, നെക്സ്റ്റ് 1 by x minus y is equal to a and 1 by x plus y is equal to b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ 30 by x minus y എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു 1 by x minus y ആണ് അല്ലേ. സോ 30 ഇൻറ്റു 1 by x minus y is equal to a എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ 30a പ്ലസ് 28 ഇൻറ്റു 1 by x plus y എന്ന് പറഞ്ഞാൽ b അല്ലേ, 28b is equal to 7. ഓക്കെ, ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 മാർക്ക് ചെയ്യുക ആൻഡ് ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ട്രാവൽ 21 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് റിട്ടേൺ ഇൻ 5 hours.
സോ ഒരു സ്പോട്ടിലേക്ക് ചെന്നിട്ട് അവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന സിറ്റുവേഷനാണ് തന്നിട്ടുള്ളത് അല്ലേ. സോ ഈ കേസിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് സെയിം ആയിരിക്കും. എത്രയാണ്? 21 കിലോമീറ്റർ. സോ 21 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 21 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ. ആൻഡ് പോകുന്നത് അപ്സ്ട്രീമിൽ അല്ലേ. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? ടൈം ടേക്കൺ ഇൻ ഗോയിങ് 21 കിലോമീറ്റർ അപ്സ്ട്രീം പ്ലസ് ടൈം ടേക്കൺ ഇൻ റിട്ടേണിംഗ് 21 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇസ് ഈക്വൽ ടു 5 hours. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്ത പോലെ ഇവിടെയും ഇക്വേഷൻസ് ഫോം ചെയ്യാം. സോ അപ്സ്ട്രീമിൽ സ്പീഡ് എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ, ഡൗൺ സ്ട്രീമിലെ സ്പീഡ് എക്സ് പ്ലസ് വൈ കിലോമീറ്റർ പെർ അവർ. ഡിസ്റ്റൻസ് രണ്ട് കേസിലും സെയിം ആണ്, 21 കിലോമീറ്റർ. നെക്സ്റ്റ് ടൈം ടേക്കൺ, വി നോ ദാറ്റ് ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ സ്പീഡ്. സോ അപ്സ്ട്രീമിലെ ടൈം ടേക്കൺ 21 ബൈ എക്സ് മൈനസ് വൈ ആൻഡ് ഡൗൺ സ്ട്രീമിലെ ടൈം ടേക്കൺ 21 by x plus y. Okay, now as per the condition or as per the given question, time taken in going 21 kilometer upstream, that is 21 divided by x minus y plus time taken in returning 21 kilometer downstream, that is 21 divided by x plus y is equal to 5 hours. 5. ഓക്കെ, നമ്മൾ ഫസ്റ്റിൽ അസ്യൂം ചെയ്തിട്ടുണ്ട് 1 by x minus y is equal to a എന്ന് അല്ലേ. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 21a പ്ലസ് 21 1 by x plus y is equal to b എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. b is equal to 5. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 and 3 കൺസിഡർ ചെയ്യുക. ഇത് സോൾവ് ചെയ്തിട്ട് എ ആൻഡ് ബീൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എ ആൻഡ് ബീൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം കുറച്ച് വലിയ നമ്പർ ആയതുകൊണ്ട് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 2ന്ന് ബീൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇക്വേഷൻ നമ്പർ 3ൽ. ഓക്കെ, സോ 28b ഇസ് ഈക്വൽ ടു 7 minus 30a അല്ലേ. സോ b ഇസ് ഈക്വൽ ടു 7 minus 30a by 28. ഓക്കെ, നെക്സ്റ്റ് ബീൻ്റെ വാല്യൂ 7 minus 30a by 28ന് ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 21a പ്ലസ് 21 ഇൻറ്റു ബീൻ്റെ പ്ലേസിൽ 7 minus 30a by 28 is equal to 5. Okay, നെക്സ്റ്റ് 21 and 28 ക്യാൻസൽ ചെയ്യാം. 7 കോമൺ ആണ് അല്ലേ. 7 into 3 is equal to 21. 7 into 4 is equal to 28. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദാറ്റ് ഇസ് 21a പ്ലസ് 3 into 7 21 minus 3 into 30 90a by 4 equal to 5. നെക്സ്റ്റ് സ്റ്റെപ്പ് എൽ എച്ച് എസിൽ എൽ സി എം എടുക്കുക. ഇവിടെ എൽ സി എം എന്താണ്? 4. ഓക്കെ, സോ ഇവിടെ 21a സെയിം as 21a by 1. സോ into 4 into 4, that is 21 into 4, that is 84a plus 21 minus 90a equal to 5. 5 is same as 5 by 1 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് 84a minus 90a. 84 minus 90 minus 6 minus 6a plus 21 by 4 equal to 5 by 1. ഓക്കെ, നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. minus 6a plus 21 into 1 is equal to minus 6a plus 21 equal to 5 into 4, that is 20. So minus 6a is equal to 20 minus 21, that is minus 1. So a is equal to minus 1 by minus 6 equal to 1 by 6.
ഓക്കെ, അപ്പോൾ നമുക്ക് എ ഇസ് ഇക്വൽ ടു 1/6 എന്ന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബീൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. സോ ഈ ബീൻ്റെ ഇക്വേഷനിൽ എ ഈക്വൽ ടു 1/6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദറ്റ് ഈസ് ഈക്വൽ ടു 7 മൈനസ് 30 ഇൻറ്റു എ ഈക്വൽ ടു 1/6. 1/6 ബൈ 28. 13 6 1 time 5. Okay, that is equal to 7 minus 5 by 28. 7 minus 5 2 by 28. That is equal to 1 by 40. Okay, so B is equal to 1 by 40. So equation number 2 and 3 solve ചെയ്തിട്ട് നമുക്ക് A equal to 1/6 and B is equal to 1/14 എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് എക്സ് ആൻഡ് വൈൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് എ ആൻഡ് ബീൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് 1/x minus y is equal to a equal to 1/6. Next 1/x plus y is equal to b is equal to 1/40. Okay, next cross multiply ചെയ്യാം. 1 into 6 equal to 1 into x minus y, x minus y. Okay, second 1 into 14 is equal to x plus y into 1, that is x plus y. Okay, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 and 5 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സ് ആൻഡ് വൈൻ്റെ കോയഫിഷ്യൻറ്റ് സെയിം ആണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി 4 plus 5 or 4 minus 5 ചെയ്യാം. ഓക്കെ, 4 plus 5 ചെയ്യാം. ദറ്റ് ഈസ് 6 plus 14 is equal to x minus y plus x plus y. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 6 plus 14 20 is equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദറ്റ് ഈസ് എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ അല്ലേ. മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. സോ എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x. ഓക്കെ, സോ 2x ഈക്വൽ ടു 20. So x equal to 20/2, that is 10. Okay, next substitute x equal to 10 in equation number 4. That is 6 equal to 10 minus y. That is 6 minus 10 is equal to minus y. 6 minus 10 minus 4 is equal to minus 5. Negative and negative cancel ചെയ്താൽ y is equal to 4. Okay. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 10. എക്സ് എന്താണ്? സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഇസ് 10 km/h എന്ന് കിട്ടി. ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 4. സ്പീഡ് ഓഫ് ദ സ്ട്രീമാണ് വൈ എന്ന് അസ്യൂം ചെയ്തത് 4 km/h. ഓക്കെ.